ഇന്ന് ബിഷറിന്റെ പേര് നമ്മൾ മൂന്നാള് തന്നെ കേട്ടോ മൂന്നാള് മൂന്നാളും കൂടിയിട്ടാ ബിഷറും ഞാനും ഫീ ഇതിന് ഹലോ അസ്സാം വലൈക്കും. 2 ദിവസം മുന്നേ ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് പോയതാണെന്നല്ലേ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ 2-3 ഷോർട്സ് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ടായിന്. അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല എന്ന് പറയൽ ശരിയില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണമെന്നറിയാം. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്, അതായത് ചെറിയ വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കാണുക, എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നോമ്പും പെരുന്നാളും അതുപോലെ ബൈനോമ്പും എല്ലാം കഴിഞ്ഞ് നമ്മളെ മദ്രസയെല്ലാം തുറന്ന് മദ്രസയെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ മക്കളെല്ലാം മദ്രസയിൽ പോകാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ അങ്ങനെ ബുക്സ് എല്ലാം കിട്ടി. ഇത് ഇപ്പോൾ ഞാൻ മദ്രസയിലെ ബുക്കിൽ ഇങ്ങനെ കവർ പൊതിയിടൂലേ, അത് ചെയ്യലാന്ന്. ഇതിപ്പോൾ ഞാൻ ഇടുന്ന ടൈം എന്ന് വെച്ചാൽ എല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങിയിട്ടാകുമ്പോൾ ഒരു 12 ആ ഒരു ടൈം ആവില്ലേ, 12 മണി ആ സമയത്താണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം അതിന് മുന്നേ ഇതിടാൻ പറ്റും, പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം കുട്ടികളെ കരച്ചിലും അവരെ ഇടങ്ങാറാക്കലും എല്ലാം കൊണ്ട് എന്താ പറയുക, നമ്മൾ വിചാരിച്ചത്ര എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഞാനിത് ഈ ബുക്കിനെല്ലാം കവറിടാൻ ഇരുന്നിട്ടുള്ളത്. ബുക്ക് കിട്ടിയിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ പൊതിയെല്ലാം വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുവരെ ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പഠിക്കലൊന്നുമില്ലല്ലോ. അതായത് ഉസ്താദ് ഇങ്ങനെ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പഠിത്തം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അത് നമ്മളെ മദ്രസയിലെ ഒരു ഉസ്താദും കൂടി വന്നതിന് ശേഷമാണ് പഠിത്തം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ള ബുക്കിനെല്ലാം ഇങ്ങനെ പൊതിയിടാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത്, ഞാനെല്ലാം മദ്രസയിൽ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉപ്പയാണ് കേട്ടോ ഇങ്ങനെ പൊതിയെല്ലാം ഇട്ടത്. അപ്പോൾ ഉപ്പാനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് പൊതിയിടാനെല്ലാം പഠിച്ചിട്ടുള്ളത്. പിന്നെ ഉമ്മ ഒന്നും ചെയ്തു തരില്ല, ഉപ്പയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. അങ്ങനെ രാത്രി 12 മണി നട്ടപ്പാതിരാക്കി ഇരുന്ന് പൊതിയിടുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം ഞാൻ 2 ബുക്കിന് മാത്രമേ പൊതിയിട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ എന്തോ സൗണ്ടെല്ലാം കേൾക്കുന്ന പോലെ എനിക്ക് മനസ്സിലങ്ങനെ തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ വേഗം അവിടെയെല്ലാം മതിയാക്കിയിട്ട് അങ്ങനെ തന്നെ ടേബിൾ മേൽ വെച്ചിട്ട് പോയി കിടന്നുറങ്ങി. പിന്നെ അന്ന് രാവിലെ എണീറ്റ് സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇതിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ ബുക്കിനും 2 മക്കളാണ് കേട്ടോ മദ്രസയിൽ പോകുന്നത്. അങ്ങനെ 2 ബുക്കിനും പൊതിയെല്ലിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പേരെഴുതൂലേ, അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ബുക്കൊന്നുമില്ല, 2-3 ബുക്ക് മാത്രമേ ഉള്ളൂ. രണ്ടാൾക്കും കൂടി 4 ടെസ്റ്റും അതുപോലെ 2 നോട്ടും ഒരു റഫ് നോട്ടും അങ്ങനെയല്ലോ. അങ്ങനെ ഇതാ പേരെല്ലാം എഴുതി അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവർ എണീക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പേടിച്ചിട്ട് വേഗം തന്നെ കിടന്ന്. അപ്പോൾ ഞാൻ രാവിലെ ചെയ്യുമ്പോൾ എൻ്റെ 2 സൈഡിലും 2 ആളുണ്ട് കേട്ടോ. എന്നോടിങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് മദ്രസയിലെ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞാൻ പൊതിയിടാം, ഞാൻ കത്രികേനെ കൊണ്ട് മുറിക്കാം, ഞാൻ പേരെഴുതാം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, 2 ആളെയും ഇതെല്ലാം വേഗം തന്നെ ചെയ്ത് കൊടുത്ത് അങ്ങനെ മദ്രസയിൽ പറഞ്ഞേക്കാൻ വേണ്ടി നോക്കലാണ്. പിന്നെ ഇങ്ങനെ നോട്ടിനും ബുക്കിനെല്ലാം ഇങ്ങനെ ഇതുപോലെ കവറിൽ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു രസമല്ലേ. അതായത് സ്കൂൾ തുറക്കുമ്പോൾ ആ പുതിയ ബുക്കിൻ്റെയും പുതിയ നോട്ടിൻ്റെ എല്ലാം ഇങ്ങനെ കവറെല്ലാം ഇട്ട് എല്ലാം നല്ല നീറ്റിലായിട്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ ഇതാ വേഗം എല്ലാം അവർക്ക് ബാഗിലെല്ലാം വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മദ്രസയും പള്ളിയും എല്ലാം. അതൊരു വലിയ ഭാഗ്യം തന്നെ. അതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെ
കുറേ സമയം ഇങ്ങനെ ദൂരെ നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ എത്തുമല്ലോ. അങ്ങനെ ഒരാളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, മുടിയെല്ലാം കെട്ടി ഇവളെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവൾ 2ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്, മദ്രസയിൽ. ഇത് മൂത്ത മോള് ഫാത്തിമ ഫിൽസ. ഇത് ഉണ്ടാവും രാവിലെ തന്നെ മുഖന്തോ വാടിയ പോലെ, അതായത് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഒന്നും മിണ്ടൂല. ഇത് 2ാമത്തെ മോള് ഐദാ മറിയം, നമ്മളെ ഐദൂസ് എന്ന് വിളിക്കൽ. മറ്റോള് ഫിലു. അപ്പോൾ എന്തെല്ലോ കഥയെല്ലാം പറയാനുണ്ടാവും രാവിലെ എണീറ്റാൽ. ഇങ്ങനെ രാത്രി സ്വപ്നം കണ്ട് അത് ഇത് ഇതെല്ലാം പറഞ്ഞിട്ട് കളിക്കുമ്പോൾ നടന്നതെല്ലാം പറയാനെല്ലാം ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ മുടി കെട്ടുമ്പോഴാണ് ഒക്കെ ഓർമ്മ വരിക. അന്നേരം എന്നോട് ഇങ്ങനെ പറയാം. പിന്നെയെന്ന് വെച്ചാൽ മുടിയെല്ലാം കെട്ടുമ്പോൾ ഇങ്ങനെ ഭയങ്കര കരച്ചിലല്ലായിരിക്കും. അവിടെ തട്ടി ഇവിടെ തട്ടി, പിന്നെ ശരിയായിട്ടില്ല മുടി കെട്ടിയ ഹെയർ സ്റ്റൈല് രസമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈം 2 മണിയാവാനായിട്ടുണ്ട്, അതായത് രാത്രി 2 മണി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഉറക്കപ്പിച്ചുള്ള എൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കര ഒരു 2 മണിക്കെല്ലാം ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് എല്ലാം കൊടുക്കുന്നത്. എവിടം വരെ എത്തുമെന്നറിയില്ല. ഇൻഷാ അല്ലാ മാത്രമല്ല പറയാൻ പറ്റും. ഇതിപ്പോൾ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് അബായ ഇടുന്നതാണ്. ഇതെല്ലാം ഓക്കെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം, ഇതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളും. എല്ലാം എന്ന് വെച്ചാൽ ഇങ്ങനെ അബായ ഇടൽ, അതുപോലെ സ്കാർഫ് കുത്തൽ, അങ്ങനെയല്ല. പക്ഷെ മറ്റോൾ നേരെ തിരിച്ചിട്ടാണ്, ഓക്കെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കണം. മാഷാ അല്ലാ, കുട്ടികളെല്ലാം അവർ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതെല്ലാം കാണുമ്പോൾ നമ്മളും ഹാപ്പി അല്ലേ. പിന്നെ മക്കളെ കാര്യമെല്ലാം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇതുപോലെ അവർ ഒരുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഏതൊരു ഫംഗ്ഷനാണെങ്കിലും അതുപോലെ സ്കൂളിലാണെങ്കിലും എല്ലാം ഇങ്ങനെ മദ്രസയിലാണെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കി അവർക്കെല്ലാം ചെയ്ത് കൊടുത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെ കഴിയാനായി. ഇനിയിപ്പോൾ സ്കാർഫ് കുത്തലാണ്. സ്കാർഫ് ഇതുപോലെ ഷാൾ, ഇതിപ്പോൾ അബായൻ്റെ ഷാളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കുത്തണമെന്നുണ്ട് വാഷ് ചെയ്യണം. അത് ഇന്നലെ രാത്രിക്ക് തന്നെ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിന്. നാളെ മദ്രസയിൽ പോകുമ്പോൾ ഇങ്ങനെ ഷോളും കൊണ്ട് ഇങ്ങനെ സ്കാർഫ് കുത്തിത്തരണമെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ 2ആളും ചായയെല്ലാം കുടിച്ച് അങ്ങനെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെറിയൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.